This call is now being recorded. So next topic is motion of lift. Okay, ഈ ഒരു ടോപ്പിക്കിൻ്റെ കേസിൽ രണ്ട് രീതിയിൽ രണ്ട് രീതിയിലായിട്ട് നമ്മൾക്ക് കേസ് എടുക്കേണ്ടി വരും മോഷൻ ഓഫ് ലിഫ്റ്റിൻ്റെ കേസിൽ. ദറ്റ് ഈസ് വി ആർ ഗോയിങ് ടു കൺസിഡർ ദ എൻഡയർ ലിഫ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ആൾ അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് പാസഞ്ചേഴ്സ് അതിലുണ്ടെങ്കിൽ ആ പാസഞ്ചേഴ്സും അതുപോലെ തന്നെ ആ ലിഫ്റ്റിൻ്റെ ഫ്ലോറും തമ്മിൽ ആ ഒരു കേസും കൂടി എടുക്കണം. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം, പ്രോബ്ലംസ് വരുമ്പോൾ മനസ്സിലാവും. സോ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ആ ലിഫ്റ്റ് മാത്രം, ലിഫ്റ്റും ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഒരാളും പിന്നെ ആ ഒരു ഫ്ലോറിൽ അയാൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്കറിയാം ഏതെങ്കിലും ഒരു ബോഡി ഏതെങ്കിലും സർഫസിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, അവിടെ റിയാക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ റിയാക്ഷനുമാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. ഐ വിൽ ഷോ യു ദ FBD of the lift. So first of all we are considering lift is moving upward. Two conditions നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. We can consider two conditions, that is moving that is lift is moving upward direction and downward direction. രണ്ട് രീതിയിലാണ് ലിഫ്റ്റ് മൂവ് ചെയ്യാന്നുള്ള കാര്യം അറിയാം, മൂവിങ് അപ്വേർഡ് ആൻഡ് മൂവിങ് ഡൗൺവേർഡ്. സോ വി ഹാവ് ടു കൺസിഡർ ഓൺലി വൈ ആക്സിസ്. ഓക്കെ, ഫോഴ്സസ് വിച്ച് ഇസ് ആക്ടിങ് ഇൻ വൈ ആക്സിസ്, അത് മാത്രമേ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം അതിൻ്റെ FBD, അതായത് നമ്മൾ ലിഫ്റ്റാണ് കൺസിഡർ ചെയ്യുന്നത്, ആ ലിഫ്റ്റ് മാത്രമായിട്ട്. ഓക്കെ, നമുക്കറിയാം ലിഫ്റ്റിൻ്റെ മോൾ ഭാഗത്ത് എന്തുണ്ടാവും, റോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ റോപ്പ് ഒന്നും ഇവിടെ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ലിഫ്റ്റ് മാത്രം, ലിഫ്റ്റും ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ഒരാളും ഉണ്ട് എന്നുള്ള കോൺസെപ്റ്റാണ് എടുക്കുന്നത്. സോ ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മനുഷ്യൻ നിൽക്കുന്ന ഫ്ലോറിൻ്റെ മുകളിൽ എന്തുണ്ടാവും, ഫ്ലോർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സർഫസ്. ദെൻ ദിസ് മെൻ will create a reaction, so that surface will create a reaction on that men അല്ലേ. ആ ഒരു ഫ്ലോർ എന്തുണ്ടാക്കും, ഒരു റിയാക്ഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദാറ്റ് മെൻ ആണ്. ആ മെന്നിൻ്റെ മുകളിൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ ദാറ്റ് ഈസ് R, വിച്ച് ഈസ് ആക്ടിങ് ഇൻ അപ്വേർഡ് ഡിറക്ഷൻ അല്ലേ. അപ്വേർഡ് ഡിറക്ഷനിലാണ് അത് ഉണ്ടാവുക. ദെൻ വെയിറ്റ് ഓഫ് ദ മെൻ ഉണ്ടാവും അല്ല, ആ ഒരു മെന്നിൻ്റെ വെയിറ്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഫോഴ്സസ് ആയിട്ട് വരുന്നത്, വെയിറ്റും ആ റിയാക്ഷൻ ഫോഴ്സും. നമ്മൾ ഓൺലി ആ ലിഫ്റ്റ് മാത്രം കൺസിഡർ ചെയ്യണം, ലിഫ്റ്റിൻ്റെ ഉൾഭാഗം മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ കണ്ടീഷൻ ഇസ് അപ്വേർഡ് ഡിറക്ഷൻ, ദാറ്റ് ഇസ് മോഷൻ ഓഫ് ദ ലിഫ്റ്റ് ഇസ് ഇൻ ഡിറക്ഷൻ, അതുമാണ് കാണുന്നത്. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ മൂവിങ് അപ്വേർഡ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓൺലി ലിഫ്റ്റ് മാത്രമാണ്, ലിഫ്റ്റിൻ്റെ ഉൾഭാഗം മാത്രമാണ്. ആ ലിഫ്റ്റിലൊരു മെന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ആ മെന്ന് ഈ ഒരു ഫ്ലോറിലുണ്ടാകുന്ന റിയാക്ഷൻ കൺസിഡർ ചെയ്യാണ്, പിന്നെ മെന്നിൻ്റെ വെയിറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഫോഴ്സസ് ആണ് നമ്മൾ FBDയിൽ കൺസിഡർ ചെയ്യുന്നത്. സോ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതിൻ്റെ ഇക്വേഷൻ ഓഫ് ഡൈനാമിക്സ് എന്തായിരിക്കും വരിക? സിഗ്മ FX ഈക്വൽ ടു FY ഈക്വൽ ടു Y ഡയറക്ഷനിലെ. സോ സിഗ്മ FY M അല്ലേ. അപ്പം ഇക്വേഷൻ എന്താ വരിക? ഏതൊക്കെ ഫോഴ്സസ് എവിടെ എടുക്കേണ്ടത്? വെയിറ്റ് ക്യാരിഡ് ബൈ ദ ലിഫ്റ്റും അതുപോലെ തന്നെ R എന്ന് പറയുന്നത് റിയാക്ഷൻ ആണ്. ഇത് ഇവിടെ എഴുതിയ തെറ്റാണ്, റിയാക്ഷൻ ഓഫ് ഫ്ലോർ, ഓക്കെ, ഫ്ലോറിന്റെ റിയാക്ഷൻ ആണ് ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ, so R is the reaction, then W is the weight carried by the lift. Okay, equation എന്തായിരിക്കും വരിക? Equation എന്ന് പറഞ്ഞേ. And the lift is moving in upward direction. Movement is in upward direction, so we have to consider dynamic equation. Sigma FY equal to എന്താ വരിക പറഞ്ഞേ? Sigma FY equal to MA. Okay, so which are the forces acting in Y direction? Y direction ഏതൊക്കെ ഫോഴ്സസ് ആണ് ഉള്ളത്? വെയിറ്റ് ആൻഡ് റിയാക്ഷൻ. Which one is positive here? Which one is positive? Yes, R. So R minus what? R minus W equal to, yes, R minus W equal to M. M is equal to, M is mass of the
men. Okay, mass of the men is equal to W by G. Okay. Okay, W by G, and acceleration of the lift is A. Okay, so this is the equation. R minus W equal to W by G into A. ഓക്കെ, ഇതിൻ്റെ കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ചെയ്താൽ നമുക്കറിയാം. ഓക്കെ, അത് ജസ്റ്റ് കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് എടുക്കുന്നതെന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ലിഫ്റ്റ് ഈസ് മൂവിങ് ഡൗൺവേർഡ് ഡിറക്ഷൻ. ഓക്കെ, ഡൗൺവേർഡ് ഡിറക്ഷൻ എന്ന് പറയുമ്പം FBD ഒക്കെ സെയിം തന്നെയാണ് വരിക. അതിൽ ഓൺലി മോഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡിലേക്ക് കാണിച്ചാൽ മതി. ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളത് വെയിറ്റും അതുപോലെ തന്നെ റിയാക്ഷൻ ഓഫ് ഫ്ലോർ ആണ്. ഓക്കെ, ദെൻ നമ്മുടെ ഇക്വേഷൻ എന്താ പറയുക? ഇക്വേഷൻ ഓഫ് ഡൈനാമിക് സിഗ്മ Fy ഈക്വൽ ടു MA. ഓക്കെ, സോ ഫോഴ്സസ് ഇൻ y ഡയറക്ഷൻ ഏതൊക്കെയാണ്? ഫോഴ്സസ് ഇൻ y ഡയറക്ഷൻ അഗെയിൻ റിയാക്ഷൻ ഇൻ വെയിറ്റ് ഓഫ് ദി ബോഡി ആണ്. സോ ഹിയർ വിച്ച് വൺ ഇസ് പോസിറ്റീവ്? ഇൻ ദി കേസ് ഓഫ് മൂവിങ് ഡൗൺവേർഡ് ഡിറക്ഷൻ, ലിഫ്റ്റ് ഇസ് മൂവിങ് ഡൗൺവേർഡ് ഡിറക്ഷൻ, വിച്ച് വൺ ഇസ് പോസിറ്റീവ് ഹിയർ? Yes, weight of the body. So here you have to write that W minus R equal to M is weight by G. Okay, into acceleration of the lift. Is it clear? Clear ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, ഇക്വേഷൻ എഴുതാൻ പഠിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അത് നമ്മൾ ഓൾറെഡി ഏകദേശം ആയതാണല്ലോ അത്, അല്ലേ? നമ്മുടെ പ്രോബ്ലംസ് കുറേ ചെയ്തതാണല്ലോ. ഓക്കെ, ദെൻ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൽ. ദെൻ ജസ്റ്റ് നിങ്ങൾ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. എ ലിഫ്റ്റ് ഹാസ് എൻ അപ്വേർഡ് ആക്സിലറേഷൻ. എ ലിഫ്റ്റ് ഹാസ് എൻ അപ്വേർഡ് ആക്സിലറേഷൻ ഓഫ് 1.2 meter per second square. A lift has an upward acceleration of 1.2 meter per second square. What force will a man weighing 750 Newton exerts on the floor of the lift? What force would he exert if the lift had an acceleration of 1.2 meter per second square? 1.2 meter second square downwards. Okay, what upward acceleration would cause his weight to exert a force of 900 Newton on the floor? 900 Newton on the floor. ഓക്കെ, സോ ഒന്ന് ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നത്? ഇതിൽ 3 പാർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് 3 പാർട്ടായിട്ട് നമുക്ക് ഫസ്റ്റ് മാറ്റാം. നോക്കി, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടം വരെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ദെൻ ഇവിടം വരെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? എ ലിഫ്റ്റ് ഹാസ് എൻ അപ്വേർഡ് ആക്സിലറേഷൻ ഓഫ് 1 point. സോ ദ ലിഫ്റ്റ് ഇസ് മൂവിങ് ഇൻ അപ്വേർഡ് ഡിറക്ഷൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലിഫ്റ്റ് അപ്വേർഡ് ഡിറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് കിട്ടി. അതിൻ്റെ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളൊരു ഇക്വേഷൻ എഴുതിയ സമയത്ത് എ എന്ന് പറഞ്ഞ MA എന്ന് പറയുന്ന അതിലൊരു ആക്സിലറേഷൻ ഇല്ല. ആ ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ. ദെൻ വാട്ട് ഫോഴ്സ് വിൽ എ മാൻ വെയിങ് 750 Newton? സോ ആ ഒരു മനുഷ്യൻ നിൽക്കുന്നത്, അതായത് ഇപ്പം ഏതാണ് ബോഡി അതിൻ്റെ ഉള്ളിൽ ലിഫ്റ്റ് ക്യാരി ചെയ്യുന്നത്, അതിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ആ മാനിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 750 Newton ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അതും നമുക്ക് തന്നിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ദി മെൻ ആണ്, അപ്പം നമുക്ക് W എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, അതും തന്നിട്ടുണ്ട്. എക്സേർട്സ് ഓൺ ദി ഫ്ലോർ ഓഫ് ദി ലിഫ്റ്റ് ആണ്. അപ്പം നമുക്ക് എന്താ? വാട്ട് ഫോഴ്സ് വിൽ എ മാൻ വെയിങ് 750 Newton എക്സേർട്ട് ഓൺ ദി ഫ്ലോർ ഓഫ് ദി ലിഫ്റ്റ് ആണ്. ലിഫ്റ്റിൻ്റെ ഫ്ലോറിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലോറിലേക്ക് ഈ 750 Newton ഉള്ള മനുഷ്യൻ കാരണം ഉണ്ടാക്കുന്ന ആ ഒരു
ഒരു ഫോഴ്സ് എത്രയായിരിക്കും. അപ്പോൾ ആ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആ റിയാക്ഷൻ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എത്രയാണോ ഇയാൾ അങ്ങോട്ടേക്ക് ഫ്ലോറിലേക്ക് എക്സേർട്ട് ചെയ്യുന്നത്, ആ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ റിയാക്ഷൻ വരുന്നത്. നമുക്കറിയാം റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഫോഴ്സാണ് റിയാക്ഷൻ ഫോഴ്സ് എന്നറിയാം. സോ എത്രയാണോ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഫോഴ്സ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതിൻ്റെ നേരെ ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ് നമുക്ക് തരിക. ഇയാൾക്ക് ഇത്രയും വെയിറ്റ് ഉണ്ട് എന്ന് വെച്ചിട്ട് അയാൾ കൊടുക്കുന്ന എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണമെന്നില്ല. 750 ന്യൂട്ടൺ ആയിരിക്കണമെന്നില്ല റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അത്രയും ഫോഴ്സ് ആണ് റിയാക്ഷൻ ഫോഴ്സ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും ഫോഴ്സ് ആണ് ഈ മെന്ന് ആ ഒരു ഫ്ലോറിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഐഡിയ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? റിയാക്ഷൻ ഫോഴ്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് FBD വരച്ചേ. എല്ലാവരും FBD വരച്ചേ. FBD ഫസ്റ്റ് നിങ്ങൾ വരക്കേണ്ടത് FBD. അപ്പോൾ ഫസ്റ്റ് കേസ് 1 എന്ന് പറഞ്ഞു കൊടുക്കല്ലേ, കേസ് ഏതോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. ലിഫ്റ്റ് മൂവ്സ് അപ്വേർഡ്സ് ആണ്. സോ ആക്സിലറേഷൻ ഒക്കെ എഴുതി വെക്കുക. ആക്സിലറേഷൻ 1.2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് ദ വെയിറ്റ് ഓഫ് മെൻ എന്ന് പറയുന്നത് W is equal to 750 ന്യൂട്ടൺ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് റിയാക്ഷൻ ഫോഴ്സ് ആറാണ്. ശരിക്കും മെൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. മെൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു ദ റിയാക്ഷൻ ഫോഴ്സ് ഓഫ് ദി ഫ്ലോർ വിച്ച് എക്സേർട്ടഡ് ഓൺ ദി ബോഡി ആണ്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ആറ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോഴ്സ് കിട്ടും. ഈ മെൻ, ഇത്രയും വെയിറ്റ് ഉള്ള മെന്ന് ഈ ഒരു ഫ്ലോറിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കിട്ടും. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരിക. ഒരു ആക്സിലറേഷൻ A എന്ന് പറയുന്നത് 1.2 പെർ സെക്കൻഡ് സ്ക്വയർ വരും. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ കൊടുക്കാം. ഓക്കെ, ദെൻ ഇക്വേഷൻ എഴുതിയേ. നമ്മുടെ ഇക്വേഷൻ എന്താ വരുന്നത്? കിട്ടിയവർ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോട്ടോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, അത്രയും സിമ്പിളാണിത്. സിഗ്മ FY ഈക്വൽ ടു MA അല്ലേ? ഞാൻ പറഞ്ഞേ എന്താ വരിക ഇവിടെ? റിയാക്ഷൻ ആണ് മോഷന്റെ ഡയറക്ഷൻ വരുന്നത്. സോ R മൈനസ് W ഈക്വൽ ടു W by G ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, അതാണ് ഇക്വേഷൻ വരുന്നത്. സോ ഇതിൽ R റിയാക്ഷൻ നമുക്ക് അറിയത്തില്ല. ദെൻ വെയിറ്റ് ഓഫ് ദ ബോൾ ഗിവൺ. സോ ഇവിടെ കൊടുത്താൽ മതി കേട്ടോ. W is equal to 750 ന്യൂട്ടൺ. സോ R minus 750 equal to 750 by G and acceleration is 1.2. Okay, 1.2. Then from this equation we can find out the reaction force of the floor on the men ആണ്. Okay, then 750 by G, ഈ ഒരു കിട്ടിയ വാല്യൂ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 750 അങ്ങോട്ട് 750നോട് ആഡ് ചെയ്താൽ മതി. ഇപ്പുറത്ത് നെഗറ്റീവ് ആണ് വരുന്നത്, അത് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ പോസിറ്റീവ് ആവും. നെഗറ്റീവ് 750 അല്ലേ അത്. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് R? എത്ര ന്യൂട്ടനാണ് കിട്ടിയത്? ആർക്കെങ്കിലും കിട്ടിയോ? പെട്ടെന്ന് ചെയ്ത് നോക്കണം. ഇനി ഇത് ചെയ്തവർ അടുത്ത് ചെയ്തോട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക, ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. ഓക്കെ, 841.7. ഓക്കെ, കിട്ടിയോ? ഇത് തന്നെയാണോ എല്ലാവർക്കും വരുന്നത്? 841.7. ഓക്കെ, മനസ്സിലായില്ലേ ഇത് ചെയ്യേണ്ടത്? ഇനി അടുത്ത ചെയ്തേ, അടുത്ത ഒറ്റയ്ക്ക് ചെയ്തേ, സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയേ. എന്താ ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വാട്ട് ഫോഴ്സ് വുഡ് ഹി എക്സേർട്ട് ഇഫ് ദി ലിഫ്റ്റ് ഹാസ് ഹാഡ് എൻ ആക്സിലറേഷൻ ഓഫ് 1.2? അല്ല, നേരെ ഓപ്പോസിറ്റ്. അതായത് ഇതിപ്പം മൂവിങ് അപ്വേർഡ് ആണെങ്കിൽ അത് ഡൗൺവേർഡ് ആയിരുന്നെങ്കിൽ എത്രയായിരിക്കും വരിക? അത് സെയിം ആക്സിലറേഷൻ തന്നെ വെച്ചിട്ട് താഴത്തേക്കാണ് ആ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ റിയാക്ഷൻ ഫോഴ്സ് എത്രയായിരിക്കും? അല്ലെങ്കിൽ ആ മെൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? മെൻ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് വെച്ചാൽ റിയാക്ഷൻ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. റിയാക്ഷൻ ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ,
മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ചെയ്തു നോക്കി. ഡൗൺവേർഡ് നേരെ ഓപ്പോസിറ്റ് ആണ്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ എടുക്കുക. ഇക്വേഷൻ അപ്പം മാറും, ജസ്റ്റ് ചെറിയൊരു വ്യത്യാസം വരും. അത് നോക്കുക. ഇവിടെ ഫിഗർ കാണിച്ചു തരാം. ഡൗൺവേർഡ് ഡിറക്ഷൻ ആണ്, ആക്സലറേഷൻ ഒക്കെ സെയിം ആണ്. ദെൻ ഫിഗർ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി. എന്നിട്ട് എനിക്ക് 6 മാത്രം പറഞ്ഞു തന്നാൽ മതി കേട്ടോ. 6ന്റെ വാല്യൂ മനസ്സിലാവാത്തവരുണ്ടോ ആർക്കെങ്കിലും? ഒന്നുകൂടി ശരിക്കും നിങ്ങളുടെ ശരിക്കും ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അത് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് സിഗ്മ എഫ് വൈ എന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. സം ഓഫ് ഫോഴ്സസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ക്വസ്റ്റിലൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. എഫ് ഈക്വൽ ടു എം എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എഫ് എന്ന് വെച്ചാൽ ടോട്ടൽ ഫോഴ്സസ് തന്നെയാണ്. അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് ഏത് ഡയറക്ഷനാണ് കൊടുക്കുന്നത് അത് വെച്ച് ഡിപ്പെൻഡ് ചെയ്യും. ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എഫ് ഈക്വൽ ടു എം എ എന്നാണ്. ഓക്കെ, അത് മറന്നു പോലെ. റിയാക്ഷൻ കിട്ടിയോ? എത്രയാണ് വരുന്നത്? ഞാൻ എഴുതണോ? ഓക്കെ, 658.26 ഇത് തന്നെയാണോ എല്ലാവർക്കും കിട്ടിയേ? 26 അല്ലേ? ഓക്കെ, ഒന്നുമില്ല. സിഗ്മ എഫ് ഐ ഈക്വൽ ടു എം എ. വൈ ഡയറക്ഷനിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോഴ്സസ് ഒക്കെ വൈ ഡയറക്ഷനിലാണ്. ദെൻ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് മോഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് വരുന്ന ഫോഴ്സ് ഡബ്ല്യു ആയതുകൊണ്ട് ഡബ്ല്യു പോസിറ്റീവ് മൈനസ് ആർ ഈക്വൽ ടു എം എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ ജി ആക്സലറേഷൻ എ. സോ ഇതാണ് ഇക്വേഷൻ വരുന്നത്. ദെൻ ഡബ്ല്യു 750 മൈനസ് ആർ ഈക്വൽ ടു ഡബ്ല്യു അഗെയിൻ 750 ബൈ ജി ഇൻറ്റു 1.2. ദെൻ ആർ ഈക്വൽ ടു, ആറിന് റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെയുള്ള റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ബാക്കിയുള്ള വാല്യൂസ് എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരും. എന്ത് വരും? 750 മൈനസ് 750 ബൈ ജി ഇൻറ്റു 1.2 എന്ന് പറഞ്ഞിട്ട് വരും. ചെയ്ത് കിട്ടാത്തവർ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തവർ ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ, ഇതെല്ലാം എല്ലാവർക്കും കിട്ടിയത്, ഈ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, നിങ്ങൾ വെറുതെ കോപ്പി ചെയ്ത് തരുതേ. കാരണം കാൽക്കുലേറ്ററിൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. എക്സാമിൻ്റെ ടൈമിൽ ഒന്നും തിരിയില്ല. ചെയ്ത് തന്നെ പഠിക്കണം. ചെയ്യാൻ പിന്നെ പറ്റാണ്ടായിപ്പോവും. എല്ലാവരും ചെയ്ത് നോക്കി. ഇപ്പോൾ ഇവൺ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ആൻസർ ഉണ്ടല്ലോ, അപ്പോൾ ആൻസർ അവിടെ വെക്കുക. ബട്ട് നിങ്ങൾ തന്നെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് കമ്പാരിസൺ ചെയ്ത് നോക്കുക കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് എന്തായിരുന്നു? വാട്ട് അപ്വേർഡ് ആക്സിലറേഷൻ would cause his weight to exert a force of 900 Newton on the floor ആണ്. സോ ഇതിലെന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? അതായത് ആ ഫ്ലോറിന്റെ മുകളിൽ നിന്ന് വരുന്ന ഫോഴ്സ് ഒരു 900 ന്യൂട്ടൺ, അതായത് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് 900 ന്യൂട്ടൺ ആണെങ്കിൽ ഓക്കെ, അതിന് കൊടുക്കുന്ന അപ്വേർഡ് ആക്സിലറേഷൻ എത്രയായിരിക്കും? അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്താൽ തന്നെ അതിന് ആക്സിലറേഷൻ എത്രയായിരിക്കും? നമുക്ക് ഇവിടെ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് 900 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ആക്സിലറേഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് അടുത്തത്. ആക്സിലറേഷൻ, റിക്വയർഡ് ആക്സിലറേഷൻ ആണ് മൂന്നാമത്തെ കേസ് വരുന്നത്. അപ്വേർഡ് ആയിട്ടുള്ള ആക്സിലറേഷൻ. ഓക്കെ, അപ്വേർഡ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ മൂവ്മെന്റ് എവിടത്തേക്കായിരിക്കും? അപ്വേർഡ് ആയിരിക്കും. സോ അത് നമുക്ക് കോമൺ വെച്ചിട്ട് പറയാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഇല്ല. റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഫ്ലോർ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ ഫോഴ്സ് ആണ്. സോ ദാറ്റ് ഇസ് 900 ന്യൂട്ടൺ. വെയിറ്റ് ഒരിക്കലും മാറത്തില്ല, വെയിറ്റ് അതന്നെ. പിന്നെ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട്. സിമ്പിൾ അല്ലേ ഇത്? പറഞ്ഞ് എത്രയായിരിക്കും വരിക? ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, 1.96 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അല്ലാത്തവർ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. സിഗ്മ എഫ് വൈ
ഈക്വൽ ടു എം എ. സോ വൈ ഡയറക്ഷനിലുള്ള ഫോഴ്സസ് ഏതൊക്കെയാ? റിയാക്ഷൻ ഫോഴ്സും ഡബ്ല്യു. ഓക്കെ, മൂവ്മെന്റ് എങ്ങോട്ടേക്കാ? മുകളിലേക്ക്. അപ്പോൾ ഏത് ഫോഴ്സാണ് നമ്മളിവിടെ പോസിറ്റീവ് എടുക്കേണ്ടത്? മൂവ്മെന്റിന്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സ്, അതായത് മുകളിലേക്കുള്ള ഫോഴ്സ്. അപ്പം ആർ ആണ് ഇവിടെ പോസിറ്റീവ്. സോ ആർ മൈനസ് ഡബ്ല്യു ഈക്വൽ ടു എം എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ ജി ആണ് ഇൻറ്റു എ. ഓക്കെ, എ ആണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കേട്ടോ. സോ ഇവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 900, വെയിറ്റ് 750. ദെൻ ഇവിടെ ഡബ്ല്യു അഗെയിൻ 750 ബൈ ജി ആണ് എ. സോ ഇവിടെ ആക്സിലറേഷൻ കിട്ടണം. സോ എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ള ടേംസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നാൽ മതി. 750 ഇത് ഞാൻ ബ്രാക്കറ്റിൽ ഇടാണ്. അപ്പോൾ ഇതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? ജി ബൈ 750 എന്ന് വരും. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞിട്ട് വരും. അതായത് ഞാൻ മുന്നിട്ട് ഇങ്ങനെ ഇടാണ്. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. ഐ തിങ്ക് 1.96 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻസർ. ചെയ്ത് കഴിയാത്തവർ ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഇങ്ങനെ വരുന്നതിന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, an elevator of total weight 5000 Newton start to move upwards with a constant acceleration of 1 meter per second square. Find the force in the cable during the acceleration motion. Also find the force at the floor of the elevator and under the feet of the man weighing 600 Newton when the elevator moves up with a uniform retardation of 1 meter per second. ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എലിവേറ്റർ ഓഫ് ടോട്ടൽ വെയിറ്റ്. എലിവേറ്ററിന്റെ വെയിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നേരത്തെ മെന്നിന്റെ വെയിറ്റ് മാത്രം നമുക്ക് തന്നത്. ഇവിടെ എലിവേറ്ററിന്റെ വെയിറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എലിവേറ്ററിന്റെ വെയിറ്റ്. ഓക്കെ, എലിവേറ്ററിന്റെ വെയിറ്റ്. ഓക്കെ, ദെൻ സ്റ്റാർട്ട് ടു മൂവ് അപ്വേർഡ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ അതൊന്ന് മാർക്ക് ചെയ്ത് നോക്കുക. അപ്വേർഡ്സ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ ഫോഴ്സ് ഇൻ ദ കേബിൾ ആണ്. കേബിളിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ കേബിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കേസ് വരുന്നുണ്ട് ഇതിൽ. ഓക്കെ, അപ്പോൾ കേബിളിന്റെ കേസാണ് ഫസ്റ്റ് വരുന്നത്. കേബിളിൽ ഉണ്ടാവുന്ന ഫോഴ്സ്. ഇത് കേബിളിന്റെ ഫോഴ്സ് എന്ന് വെച്ചാൽ ടെൻഷൻ ഫോഴ്സ് ആണ് അല്ലേ? റോപ്പിലും കേബിൾ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻഷൻ എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഉണ്ടാവുന്ന ടെൻഷനാണ് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഡ്യൂറിങ് ദ ആക്സിലറേഷൻ മോഷൻ. ഈ ഒരു മോഷൻ ടൈമിൽ ആ ഒരു കേബിളിൽ ഉണ്ടാവുന്ന ടെൻഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കാര്യം ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ചെയ്യാം, എന്നിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് എല്ലാം മൂവ് ചെയ്യാം. സോ എങ്ങനെയാണ് വരിക? നമ്മൾ വരക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഫസ്റ്റിന് വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റും ഇവിടെ ഒന്നും പറയുന്നില്ല ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. ഇത്ര വരെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിൽ മെന്നിന്റെ വെയിറ്റ് അല്ല പറയുന്നത്, വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് ആണ് പറയുന്നത്. ലിഫ്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താ പറയുക, ഡബ്ല്യു ആണ്. അതിൽ മെന്നുണ്ടോ ഇല്ലോ എന്നൊന്നും പറയുന്നില്ല. ഈ ലിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരില്ലാണ്ടും എന്ത് ചെയ്യും, മുകളിലേക്കും താഴത്തേക്കൊക്കെ മൂവ് ചെയ്യില്ലേ? അപ്പൊ അങ്ങനെ ഫ്രീ ആയിട്ടുള്ള കേസാണ് ഇവിടെ ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, ആരും ഇല്ല. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ വരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വേണ്ട കേട്ടോ, കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്. സോ അത് വരക്കേണ്ട ആവശ്യമില്ല, അത് വരക്കണ്ട ഫസ്റ്റ് കേസിൽ. ഓൺലി വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് മാത്രം നിങ്ങൾ എടുത്താൽ മതി. സോ ഇങ്ങനെയാണ് വരിക. ടെൻഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് റോപ്പ് വരിക. അപ്പോൾ ആ റോപ്പിന്റെ മുകളിൽ ഉണ്ടാകുന്ന ടെൻഷൻ ഓൾവേസ് എന്താണ്, മുകളിലേക്കാണ് ടെൻഷൻ എപ്പോഴും ഉണ്ടാവുക, ആക്ട് ചെയ്യുക അല്ലേ? അപ്പോൾ ടെൻഷൻ എന്ന് പറയുന്നത് കൊടുക്കുക. ഇവിടെ ടെൻഷൻ കൊടുത്തു. ഇത് വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ്. ആക്സിലറേഷൻ മൂവിങ് അപ്വേർഡ് ഡിറക്ഷൻ ആണ്. ദെൻ ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് എഴുതി കൂടെ? എങ്ങനെയാണ് വരിക? വേറെ ഒന്നും പറയാനില്ല, ജസ്റ്റ് എഴുതാനേ ഉള്ളൂ. സിഗ്മ എഫ് വൈ ഈക്വൽ ടു എം ഇ. എന്തൊക്കെയാണ് വരിക? ഏത് ഫോഴ്സ് ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ വരിക? അതാണ് പോസിറ്റീവ് വരിക. ഏതാ പോസിറ്റീവ്?
ഇവിടെ ഏതാണ് പോസിറ്റീവ്? യെസ്, ടെൻഷൻ. ടെൻഷൻ അല്ലേ ഡയറക്ഷൻ ഓഫ് മോഷനിൽ കിടക്കുന്നത്. സോ ടി ഇനി ഏത് ഫോഴ്സ് ഉള്ളത്? അതെ, വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് ആണ് ഇവിടെ. വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് ഈക്വൽ ടു എം എന്ന് പറയുന്നത് W/G ചെയ്താൽ നമുക്ക് കിട്ടും. then ആക്സലറേഷൻ കൊടുത്തിട്ടുണ്ട് 1 ആണ്. ഓക്കെ, ഇതിൽ ടെൻഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഒന്നുമില്ല, ടെൻഷൻ ഈക്വൽ ടു W/G പ്ലസ് W. ഇത് ചെയ്താൽ കിട്ടും. ഓക്കെ, ഡബ്ല്യുവിൻ്റെ വാല്യൂ എത്രയാണ്? 5000 അല്ലേ? 5000/G. G 9.81 ആണ്. അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന് എഴുതാത്തത്. എത്ര ആൻസർ ചെയ്ത് നോക്കിയേ. പെട്ടെന്ന് ചെയ്യേ. ആൻസർ എത്രയാ? ഫൈവ് 5509.68. ഓക്കെ, ഓക്കെ. ഈ ചെയ്ത് കഴിഞ്ഞ ഒരു അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. നോക്കിയേ, ബാക്കിയുള്ളവർ നോട്ട് ഡൗൺ ചെയ്തെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ചു നോക്കിയേ, എന്താ വരുന്നത്? ഓൾസോ ഫൈൻഡ് ദി ഫോഴ്സ് അറ്റ് ദി ഫ്ലോർ ആണ്. ഫോഴ്സ് അറ്റ് ദി ഫ്ലോർ എന്ന് പറയുമ്പോൾ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? ഫോഴ്സ് അറ്റ് ദി ഫ്ലോർ എന്താ സംഭവം? എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? റിയാക്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ആറാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇവിടെ. ഓക്കെ, then of the elevator under the feet of the man weighing മാനിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 600 ന്യൂട്ടൺ ആണ്. when the elevator moves upward ആണ് പറയുന്നത്. യൂണിഫോം റിട്ടാർഡേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ എലിവേറ്റർ മൂവ് ചെയ്യുന്ന മുകളിലേക്ക് ചെയ്യുന്നുണ്ട്, അതിന്റെ റിട്ടാർഡേഷൻ ആണ് തന്നിരിക്കുന്നത്. റിട്ടാർഡേഷൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഇനി അടുത്ത് ചെയ്യുന്നത്. കേസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റിയാക്ഷൻ ആറാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് അവിടെ ടെൻഷൻ, അതായത് സ്ട്രിങ് കൺസിഡർ ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ റോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഓൺലി ആ കേബിളോ അല്ലെങ്കിൽ റോപ്പോ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യത്തെ കേസിൽ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. അപ്പം അതെങ്ങനെയായിരിക്കും വരിക? ലിഫ്റ്റ് മൂവ്സ് അപ്വേർഡ് വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ. ഓക്കെ, സോ എ ഈക്വൽ ടു റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സൈന് ആക്സലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഓക്കെ, കുറഞ്ഞു വരികയാണ്. ഓക്കെ, -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് റിട്ടാർഡേഷനിൽ നെഗറ്റീവ് കൊടുത്തത്. ഓക്കെ, നെഗറ്റീവ് വന്നത് റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. നെഗറ്റീവ് സൈൻ ഡ്യൂ ടു റിട്ടാർഡേഷൻ. ഓക്കെ, ദെൻ ഫിഗർ FBD എങ്ങനെയാണ് വരിക? FBD ദെൻ വെയിറ്റ് ഓഫ് ദി മാൻ എന്ന് പറയുന്നത് 600 ന്യൂട്ടൺ. ദെൻ അതിന് മുന്നേ നമുക്ക് ക്വസ്റ്റ്യനിൽ വെയിറ്റ് ഓഫ് ദി ലിഫ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 5000 ന്യൂട്ടൺ. അതും കൂടെ കൺസിഡർ ചെയ്യണം കേട്ടോ. ഓക്കെ, വെയിറ്റ് ഓഫ് ദ മാൻ 600 ന്യൂട്ടൺ. ദെൻ റിയാക്ഷൻ 6. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ റിയാക്ഷൻ അല്ലേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഓക്കെ, റിയാക്ഷൻ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. റിയാക്ഷൻ മാത്രമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കുന്നത് ആരാണ്? മെൻ ആണ്. ഈ മാൻ ആണ് റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് മാനിന്റെ വെയിറ്റ് മാത്രം അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓക്കെ, കാരണം ഈ ഒരു ഫ്ലോറിന്റെ മുകളിൽ വരുന്ന ഒരേ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരേ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ആ മാനിന്റെ വെയിറ്റ് ആണ്. ഓക്കെ, ആ മാനിന്റെ ആണ് വെയിറ്റ് കൺസിഡർ ചെയ്യേണ്ടത്. എന്താ വരിക? ആക്സലറേഷൻ നെഗറ്റീവ് ആണ്, ഇവിടെ നെഗറ്റീവ് കൊടുക്കണേ. ഓക്കെ, ഇക്വേഷൻ എന്താ വരിക? സിമ്പിൾ അല്ലേ? ഇക്വേഷൻ എന്താ വരിക? പെട്ടെന്ന് ചെയ്യണത്. ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അതും കൂടെ ആക്കി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു, ഈ ഒരു പോർഷൻ കഴിഞ്ഞു, ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഓക്കെ, MA സിഗ്മ FY ഈക്വൽ ടു MA. ഇത് ഞാൻ അങ്ങനെ എഴുതാണ്, നിങ്ങൾക്ക് അറിയില്ലേ എങ്ങനെ ചെയ്യേണ്ടത്? R മൈനസ് W ഈക്വൽ ടു W/G. ഓക്കെ, ഇനി R എന്ന് പറയുന്ന റിയാക്ഷൻ അറിയില്ല, അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഇവിടെ നിന്ന് R ഇവിടെ വെച്ചിട്ട് W ഇപ്പുറത്തേക്ക് കൊണ്ടുപോയ W/G പ്ലസ് W എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, സോ ഇവിടെ W എന്ന് പറയുന്നത് 600 ആണ്. 600/G ഇൻറ്റു -1 ആണ്. -1 ആണ് ഇവിടെ കൊടുക്കേണ്ടത്, മാറിപ്പോലെ W പ്ലസ് 600. -1 തന്നെ എടുത്തിട്ടല്ലേ ചെയ്തത്? ആരോ ഒരാൾ ആൻസർ ഇട്ടല്ലോ. അഫ്ര, നെഗറ്റീവ് എടുത്തില്ലേ? ഞാൻ ആൻസർ എഴുതുകയാണേ തന്നെ. ഓക്കെ, ഇതാണ് ആൻസർ വരിക. ഓക്കെ,
സിമ്പിൾ അല്ലേ ഇത്? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് ചെയ്തു കഴിഞ്ഞോ എല്ലാവരും? പെട്ടെന്ന് പെട്ടെന്ന് എഴുതി എടുക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ചിന്തിക്കുക നിങ്ങൾ, ഇപ്പൊ റിയാക്ഷൻ എന്തുകൊണ്ടാണ് നമ്മൾ ഓൺലി വെയിറ്റ് എടുത്തതെന്ന് വെച്ചാൽ ആ വെയിറ്റ് കാരണമാണ് ആ റിയാക്ഷൻ ഉണ്ടാകുന്നത്. വെയിറ്റ് ഓഫ് ദ ബോഡി കാരണമാണ് ആ റിയാക്ഷൻ ഓൺ ദി ഫ്ലോർ ഉണ്ടാകുന്നത്. അപ്പം വെയിറ്റ് മാത്രം നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്തുകൊണ്ട് വെയിറ്റ് എടുത്തില്ല എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് അവിടെ മാൻ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് ഉണ്ട്, അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യാണ്, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന റോപ്പിൽ ഉണ്ടാവുന്ന ടെൻഷൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ചിലപ്പോൾ ക്ലിയർ ആവും, ചിലപ്പം അത് കൺഫ്യൂഷൻ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കോൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കുക, എന്താണ് അവിടെ വരുന്നത് എന്നുള്ളത് ചിന്തിക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an elevator weighing 5000 Newton is ascending with an acceleration of, ascending എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കായിരിക്കും മൂവ്മെന്റ് വരിക? അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ? നിങ്ങളതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് എഴുതിയെടുക്കാനുള്ള സമയമില്ല നമുക്ക്. സ്ക്രീൻഷോട്ട് എടുക്കുക, പെട്ടെന്ന് ചെയ്ത് തീർക്കാം നമുക്ക്. അസെൻഡിങ് എന്ന് പറയുന്നത് എന്താടാ? മുകളിലേക്കുള്ള മൂവ്മെന്റ് അല്ലേ? അസെൻഡ് ചെയ്യാന്ന് വെച്ചാൽ മുകളിലേക്കാണ്, അപ്വേർഡ് മൂവ്മെന്റ് ആണ്. ദെൻ ആക്സലറേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡ്യൂറിങ് ദിസ് അസെൻഡ് ഇറ്റ്സ് ഓപ്പറേറ്റ് ഹൂസ് വെയിറ്റ്, അതിൽ ഒരു വെയിറ്റ് ഉണ്ട്, അതായത് ഒരു മാൻ അവിടെ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത് മാനോ എന്തെങ്കിലും ആയിക്കോട്ടെ, വല്ല സാധനങ്ങളോ എന്തെങ്കിലും ആവാം. 700 ന്യൂട്ടൺ അതിൻ്റെ ഉള്ളിൽ ഉണ്ട്, ആ ഒരു എലിവേറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. സ്റ്റാൻഡിങ് ഓൺ ദ സ്കെയിൽ പ്ലേസ്ഡ് ഓൺ ദി ഫ്ലോർ ആണ്. ഓക്കെ, ആസ് ഇൻ ഇറ്റ്സ് ഓപ്പറേറ്റ് ഹൂസ് വെയിറ്റ് 700 ന്യൂട്ടൺ സ്റ്റാൻഡിങ് ഓൺ ദ സ്കെയിൽ പ്ലേസ്ഡ് ഓൺ ദ ഫ്ലോർ ആണ്. അതിൻ്റെ ഫ്ലോറിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സ്കെയിൽ കാണിക്കുന്ന അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 700 ന്യൂട്ടൺ ആണ് കാണിക്കുന്നത്. ഓക്കെ, വാട്ട് ഇസ് ദ സ്കെയിൽ റീഡിങ്? അങ്ങനെയാണെങ്കിൽ ആ സ്കെയിൽ റീഡിങ് എത്രയാണ്? വാട്ട് വിൽ ബി ദ ടോട്ടൽ? ആ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്ന റിയാക്ഷൻ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, 700 ന്യൂട്ടൺ ആ ഒരു ലിഫ്റ്റിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്കെയിലുള്ള റീഡിങ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. റീഡിങ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് റിയാക്ഷൻ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആൻഡ് വാട്ട് വിൽ ബി ദ ടോട്ടൽ ടെൻഷൻ ഇൻ ദ കേബിൾ? ടി യു ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ടിയും ആറും ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ രണ്ട് സെക്ഷൻ ആയിട്ട് ഇത് എടുക്കുക, 2 സെക്ഷൻസ് ആയിട്ട് എടുക്കുക, റിയാക്ഷനും ടെൻഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ റിയാക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്? റോപ്പ് വേണ്ട അല്ലേ? അപ്പോൾ ഫസ്റ്റ് ലിഫ്റ്റ് മൂവിങ് അപ്വേർഡ് ആണ്, കാരണം അസെൻഡിങ് ആണ് പറയുന്നിരുന്നത്. ദെൻ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ദെൻ അതിൻ്റെ വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് ഇസ് 5000 ന്യൂട്ടൺ ആണ്. ദെൻ വെയിറ്റ് ഓഫ് ദ മാൻ ഈസ് 700 ന്യൂട്ടൺ ആണ്. ഓക്കെ, ദെൻ അതിൻ്റെ എന്താ വരിക? അതിൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ എന്ത് വേണ്ട? വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ്, ഓക്കെ, വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റും അതുപോലെ ശരിക്കും വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് വേണ്ട ആവശ്യമുണ്ടോ? ലിഫ്റ്റിന്റെ ആവശ്യമുണ്ടോ? വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് നമ്മൾ ഫസ്റ്റ് കേസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ അല്ലേ വേണ്ടത്? റിയാക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആരാ റിയാക്ഷൻ ഉണ്ടാക്കുന്നത്? വെയിറ്റ് ഓഫ് ദ മെൻ ആണ്. ഓക്കെ, and the operator standing on the scale placed on the floor of the elevator, the reading on the scale will be equal to the reaction offered by the floor ആണ്. ഞാൻ പറഞ്ഞല്ലോ അവിടെ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ആ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് റിയാക്ഷൻ ആണ് കാണിക്കുന്നത്. റിയാക്ഷൻ എത്രയാണോ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല? വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. റിയാക്ഷൻ കണ്ടുപിടിച്ച് നമ്മൾ നേരത്തെ വെയിറ്റ് ഓഫ് ദ ലിഫ്റ്റ് കൺസിഡർ ചെയ്തില്ലല്ലോ, കാരണം ആ റിയാക്ഷൻ ഉണ്ടാക്കുന്ന ആരാണ്? അവിടെ ഉണ്ടാകുന്ന ബോഡി അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മെൻ ആണ് ആ റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. സോ നമ്മൾ you have to consider only the weight of the body. Okay, weight of the body മാത്രം അവിടെ കൺസിഡർ ചെയ്യുന്നു. പിന്നെ റിയാക്ഷൻ ഫോഴ്സ് അവിടെ എടുക്കുക. then motion is upward direction and acceleration is 3 meter per second square. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? എല്ലാം പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടതെന്ന് നോക്കുക. റിയാക്ഷൻ ആണെങ്കിൽ ആ മാൻ ആണ് ആ റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ സിഗ്മ ഞാനിവിടെ എഴുതാൻ പോവാണ്. സിഗ്മ എഫ് ഐ, ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? 6 കിട്ടിയോ? സിഗ്മ എഫ് വൈ ഈക്വൽ ടു എം എ. ദെൻ സിഗ്മ എഫ് വൈ എന്ന് പറയുമ്പോൾ മൂവിങ് അപ്വേർഡ് ആണ്. സോ ആർ മൈനസ് 700 ഈക്വൽ ടു 700 ബൈ ജി. ആക്സിലറേഷൻ ഇസ് 3. ദെൻ ആർ ഈക്വൽ ടു, ഒറ്റയടിക്ക് ഞാൻ എഴുതിയതാണ്, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് എഴുതിയിട്ട് തന്നെ നോക്കുക കേട്ടോ. ഡബ്ല്യു കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഡബ്ല്യു കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ ആണോ? റിയാക്ഷൻ കിട്ടിയോ ആർക്കെങ്കിലും? പെട്ടെന്ന് ചെയ്യേ, സമയം ഇപ്പോൾ കഴിയും. റിയാക്ഷൻ കിട്ടിയോ? വാട്ട്സ് ദ റിയാക്ഷൻ? ഓക്കെ, 914.07.
914.07. ഓക്കെ, എല്ലാവർക്കും ഇതന്നെയല്ലേ കിട്ടിയത്? ഓക്കെ ആണോ? പെട്ടെന്ന് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താണ് വരുന്നത്? അടുത്ത കേസ് എന്താ പറഞ്ഞത്? ടെൻഷൻ ടെൻഷൻ ആണെങ്കിൽ ആ റോപ്പിന്റെ മുകളിൽ എന്തൊക്കെ വെയിറ്റ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യും? റോപ്പ് ആരൊക്കെ താങ്ങുന്നുണ്ട്? ഒരു റോപ്പ് വെച്ച് ഞാനിവിടെ കെട്ടുകയാണ്. ഒന്ന് ജസ്റ്റ് കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിക്കും. ഒരു റോപ്പ് വെച്ച് ഞാൻ ഈ ടോട്ടൽ എൻ്റെ സിസ്റ്റത്തിന് ഞാൻ കെട്ടുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ റോപ്പിന്റെ മുകളിൽ ഉണ്ടാവുന്ന ടെൻഷൻ അത് ആരൊക്കെ ക്യാരി ചെയ്യും? ഈ മെന്നിനെ ക്യാരി ചെയ്യും. പിന്നെ അതുപോലെ ആ മെന്ന് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റിനാണ്. ലിഫ്റ്റിനെയാണ് ശരിക്കും പറഞ്ഞാൽ റോപ്പ് ക്യാരി ചെയ്യുന്നത്. ആ ലിഫ്റ്റിന്റെ ഉള്ളിൽ മെന്നുണ്ടെങ്കിൽ ആ മെന്നിന്റെ വെയിറ്റിനെയും കൂടെ ക്യാരി ചെയ്യും. രണ്ട് വെയിറ്റ് ഇവിടെ കൺസിഡർ ചെയ്യണം. അത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ ടോട്ടൽ ടെൻഷൻ ഇൻ ദ കേബിൾ എന്ന് പറയുമ്പോൾ രണ്ട് വെയിറ്റ് അവിടെ എടുക്കണം. വെയിറ്റ് ഓഫ് ദ മാനും എടുക്കണം, അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് ചെയ്യണം. കാരണം രണ്ടും അവിടെ എഫക്ട് ചെയ്യും. അപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ടാണ് വെയിറ്റ് ഓഫ് ദി മാൻ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കേസ് പറയുന്ന സമയത്ത് അവിടെ മാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എടുക്കാൻ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ മൂവിങ് അപ്വേർഡ് ഡിറക്ഷൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിലുള്ള ടെൻഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പം സിഗ്മ എഫ് വൈ ഈക്വൽ ടു എന്ത് വരും? സിഗ്മ എഫ് വൈ ഈക്വൽ ടു എം എ. ഞാൻ ഡയറക്റ്റ് എഴുതാൻ പോവാണ്. അപ്പോൾ ഇവിടെ അപ്വേർഡ് ഡിറക്ഷനിലുള്ള ഫോഴ്സിന് ടെൻഷൻ മാത്രമേ ഉള്ളൂ. പി മൈനസ് ദെൻ ഡബ്ല്യു, അതായത് ഡബ്ല്യു വെയിറ്റ് ഓഫ് ദി പ്ലസ് വെയിറ്റ് ഓഫ് ദി എലിവേറ്റർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ദെൻ ഇവിടെയുള്ള മാസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എൻറ്റിയർ മാസ് നമ്മളവിടെ കൺസിഡർ ചെയ്യണം. സോ ഇവിടെയുള്ള എൻറ്റിയർ മാസ് എന്ന് പറയുമ്പോൾ രണ്ടും വരും അല്ലേ? 5000 ഹോൾ ഡിവൈഡഡ് ബൈ ജി ഇൻറ്റു ആക്സിലറേഷൻ 3 ഇങ്ങനെ വരും. ടോട്ടൽ മാസ് അവിടെ കൺസിഡർ ചെയ്യണം. എത്രയാണ് ആ മാസ്? ടോട്ടൽ മാസ് അവിടെ വരുന്നത് അതിൻ്റെ മൊത്തത്തിലുള്ള ആക്സിലറേഷൻ അല്ലേ പോകുന്നത്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം. ദെൻ ടി ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ഈ വാല്യൂവിനോട് ഈ വാല്യൂ ലെഫ്റ്റിലുള്ള വാല്യൂ ആഡ് ചെയ്താൽ മതി. ഐ മീൻ ആഡ് അല്ല, ഇതിവിടെ ബ്രാക്കറ്റ് വേണ്ട കേട്ടോ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് കൊടുക്കണം. ബ്രാക്കറ്റ് വേണ്ട കേട്ടോ, കാരണം അത് പോസിറ്റീവ് ആണ് വരുന്നത്. ഐ മീൻ ബ്രാക്കറ്റ് വേണ്ടേടാ, ശരിയല്ലേ? ബ്രാക്കറ്റ് വേണം. ഓക്കെ, രണ്ട് നെഗറ്റീവ് അല്ലേ വരുന്നത്? ശരി. ഇവിടെ 700 പ്ലസ് 5000 ബൈ ജി ഇൻറ്റു 3, ദെൻ ഇവിടെ പ്ലസ് 700 പ്ലസ് 5000. ഓക്കെ, അങ്ങനെ വരും. ആൻസർ കിട്ടുമായിരിക്കും ഇതിൽ. ടെൻഷൻ ആൻസർ ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തോ. എന്ത് ചെയ്താൽ മതി? വെയിറ്റ് ഓഫ് ദ മെന്നിന് ഒരു സഫിക്സ് കൊടുക്കുക, ഡബ്ല്യു എം. ലിഫ്റ്റിന്റെ കേസിൽ ഡബ്ല്യു എൽ. ഇപ്പൊ ടോട്ടൽ ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡബ്ല്യു എം പ്ലസ് ഡബ്ല്യു എൽ. സോ ഇവിടെയുള്ളത് ഇത് ടോട്ടൽ ഡബ്ല്യു എന്ന് കൊടുക്കുക. ഇത് ഡബ്ല്യു ബൈ ജി അല്ലേ? ഇപ്പൊ ഡബ്ല്യു എന്ന് പറയുന്നത് ഡബ്ല്യു എം പ്ലസ് ഡബ്ല്യു എൽ ആണ്. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതി വെച്ചോ. അവിടെ ആൻസർ കിട്ടിയ ടെൻഷൻ്റെ ആൻസർ എത്രയാ? 7443.12 ന്യൂട്ടൺ. ക്ലിയർ ആയോ ഇത് പറഞ്ഞത്? കൺഫ്യൂഷൻ ആയില്ലല്ലോ? ഓക്കെ, റിയാക്ഷൻ ആണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചെങ്കിൽ ആ മാനിന്റെ വെയിറ്റ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ. ടെൻഷൻ ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ നോക്കുക, ലിഫ്റ്റ് തന്നിട്ട് ലിഫ്റ്റ് മാത്രമാണ് തന്നെങ്കിൽ ലിഫ്റ്റിന്റെ വെയിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അതിലൊരു മാൻ ഇരിപ്പുണ്ടെങ്കിൽ ലിഫ്റ്റും മാനും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള വെയിറ്റ് വേണം കൺസിഡർ ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ മൂവിങ് അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ നോക്കിയിട്ട് സൈന് ചേഞ്ച് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി എടുക്കാൻ പോകുന്നത് വർക്ക് എനർജി ഇക്വേഷൻ ഒക്കെയാണ്. അതൊക്കെ നിങ്ങൾ വർക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇമ്പൾസ്, അതൊക്കെയാണ് അതിൻ്റെ കുറച്ച് തിയറും അതിൻ്റെ ഡെറിവേഷൻ ഒക്കെയാണ്. ഡെറിവേഷൻ ഒക്കെ ഓൾറെഡി ഐ തിങ്ക് നിങ്ങൾ പ്ലസ് ടുവിൽ ജസ്റ്റ് കണ്ടിട്ടുണ്ടാവും വർക്ക്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഉള്ളൂ ഇമ്പൾസ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം.
ഓക്കെ താങ്ക് യു ഓൾ ലീവ് ചെയ്തു